കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെഴുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കീന ടി വിയുടെ പ്രേക്ഷകരും പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളുമായ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകൾ അനുദിനം സ്വീകരിക്കുവാൻ കൃപ ലഭിച്ചവരാണ് മെഡ്ജുഗരിയിലെ 6 ദർശകർ എന്ന് നാം കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിന്ന് മനസ്സിലാക്കിയുണ്ടായി. പരിശുദ്ധ അമ്മയുടെ ഡെയിലി അപ്പരീഷൻസിന് ആദ്യ ചില വർഷങ്ങളായി സാക്ഷികളാകുവാൻ ഇവർക്ക് സാധിച്ചു. പിന്നീട് 3 പേർക്ക് വർഷത്തിലൊരിക്കലും, ബാക്കി 3 പേർക്ക് എല്ലാ ദിവസവും പരിശുദ്ധ അമ്മ ദർശനങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നുവെന്ന് നമുക്കറിയാം. ഇപ്രകാരം 1985 മെയ് മാസം 7-ാം തീയതി വരെ തുടർച്ചയായ എല്ലാ ദിവസവും ദർശനം ലഭിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇവാങ്ക എന്നും, ഇവാങ്കയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ നൽകിയ ചില ഇടപെടലുകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കുവാൻ പരിശ്രമിച്ചു. ഇനി ഈ എപ്പിസോഡിൽ ഇവാങ്കയുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു പ്രത്യേക അനുഭവം, പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച ഒരു പ്രത്യേക അനുഗ്രഹം നമ്മൾ മനസ്സിലാക്കും. മെഡ്ജുഗരിയിലെ ദർശകരിൽ പെൺകുട്ടികളിൽ ഏറ്റവും ഇളയ കുട്ടിയായിരുന്നു ഇവാങ്ക. അന്ന് കുട്ടിയെന്നും വിളിക്കാൻ പറ്റില്ല, അവളൊരു ടീനേജർ ആയിരുന്നു. 15 വയസ്സ് പ്രായമുള്ള ഒരു ടീനേജർ, പെൺകുട്ടികളിൽ ഏറ്റവും ഇളയവൾ. നമുക്കറിയാം, മെഡ്ജുഗരിയിലെ ദർശകരിൽ 4 പെൺകുട്ടികളും 2 ആൺകുട്ടികളുമായിരുന്നു എന്ന് നമുക്കറിയാം. ഇവാനും യാക്കോവുമായിരുന്നു ആൺകുട്ടികൾ, ബാക്കി 4 പെൺകുട്ടികൾ. പെൺകുട്ടികളിൽ ഏറ്റവും ഇളയവളായിരുന്നു ഇവാങ്ക. ഇവാങ്ക അവളുടെ പിതാവ് ജർമ്മനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. 1981 ജൂൺ മാസത്തിലാണ് ഇവാങ്കയ്ക്ക് പരിശുദ്ധ അമ്മയുടെ ആദ്യ ദർശനം ഉണ്ടാകുന്നത്. അതിന് 1 മാസം മുൻപ് ഇവാങ്കയുടെ അമ്മ മരിച്ചുപോയി. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുണ്ടായ സമയമെല്ലാം തൻ്റെ പ്രിയപ്പെട്ട അമ്മയുടെ വേർപാടിൽ ഇവാങ്ക ദുഃഖിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു. പിതാവ് അടുത്തില്ല, കൂടെ ഉണ്ടായിരുന്ന അമ്മ മരിച്ചുപോയി. അമ്മയുടെ വേർപാടിൻ്റെ ആ വേദന 1 മാസമായിട്ട് മാറാതെ അവൾ അങ്ങനെ ആ വേദനയിൽ കഴിഞ്ഞിരുന്ന ഒരു അവസരത്തിലാണ് സ്വർഗീയ അമ്മ അവളെ തിരഞ്ഞെടുത്തതും അവളുടെ അടുത്ത് വന്നതും അവളോട് സംസാരിച്ചതും അവൾക്ക് സന്ദേശങ്ങൾ നൽകിയതുമെല്ലാം. പരിശുദ്ധ കന്യകാമറിയം സ്വർഗത്തിൽ നിന്ന് വരുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നോട് സംസാരിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയമാണ്, ഈശോയുടെ അമ്മയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അമ്മയുടെ അടുത്ത പ്രത്യക്ഷപ്പെടലിൽ അമ്മയോട് ഇവാങ്ക ചോദിച്ചു, അമ്മേ, എൻ്റെ അമ്മ മരിച്ചു പോയിട്ട് 1 മാസം കഴിയുന്നു. എൻ്റെ അമ്മ ഇപ്പോൾ എവിടെയുണ്ട്?
അമ്മയ്ക്ക് എങ്ങനെയുണ്ട് എന്നിങ്ങനെ അമ്മയെക്കുറിച്ച് വളരെ വേദനയോടുകൂടി, അമ്മയുടെ വേർപാടിൻ്റെ ദുഃഖത്തോടു കൂടി പരിശുദ്ധ അമ്മയോട് ഇവാങ്ക സംസാരിച്ചു. അപ്പോൾ പരിശുദ്ധ അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി ഇവാങ്കയോട് പറയുകയാണ്, നിന്റെ അമ്മ സന്തോഷവതിയാണ്, അവൾ എൻ്റെ കൂടെയുണ്ട്. നിന്റെ അമ്മ സന്തോഷവതിയാണ്, അവൾ എൻ്റെ കൂടെയുണ്ട്. ഈ വാക്കുകൾ ഇവാങ്കയ്ക്ക് വലിയ ആശ്വാസം നൽകി. അമ്മയുടെ വേർപാടിൽ വേദനിച്ചിരുന്ന ഇവാങ്കയ്ക്ക് എൻ്റെ അമ്മ സന്തോഷവതിയാണെന്ന് കേട്ടതോടുകൂടി വലിയ ആശ്വാസമായി. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ മെജൂരിയിൽ നൽകുന്ന ഓരോ വാക്കുകളും നമ്മുടെ ജീവിതത്തിൽ ചില വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ പലരും ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടിട്ടുണ്ടാകാം, മരിച്ചുപോയവരുണ്ടാകാം. അവരുടെയൊക്കെ വേർപാടിൻ്റെ വേദനയിൽ ചിലപ്പോൾ മാസങ്ങളും വർഷങ്ങളും കഴിയുന്നവരുണ്ട്. ചില പ്രിയപ്പെട്ടവരുടെ വേർപാടിനെ സംബന്ധിച്ച് ദുഃഖത്തിൽ കഴിയുന്ന വ്യക്തികൾ അത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ, ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ഈ പ്രിയപ്പെട്ട വ്യക്തി, എൻ്റെ അപ്പനല്ലേ അമ്മ, ഈ രീതിയിൽ മരിക്കേണ്ടി വന്നുവെന്ന് ചിന്തിച്ചുകൊണ്ട് ചില സാഹചര്യങ്ങളെങ്കിലും ഏതാനും ചില വ്യക്തികളെങ്കിലും വിശ്വാസത്തിൽ നിന്ന് പോലും അകന്നു പോകുന്ന സാഹചര്യം കാണുന്നുണ്ട്. എന്നാൽ ജീവിച്ചിരിക്കുന്നവരായ നമ്മൾ എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. മരണം ഒന്നിൻ്റെയും ഒരു അവസാനമല്ല. മരണം ഈ ലോക ജീവിതത്തിൻ്റെ ഒരു അവസാനം മാത്രം. മരണം ഒരു നിത്യജീവിതത്തിൻ്റെ ആരംഭമാണ്. ഈ ലോക ജീവിതത്തിൽ നിന്നും നിത്യമായ ദൈവത്തോട് ചേർന്നുള്ള ഒരു ദൈവ അനുഭവത്തോടെയുള്ള ഒരു ജീവിതത്തിൻ്റെ ആരംഭം മാത്രം. അതുകൊണ്ട് നമ്മൾ മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദുഃഖിച്ച് വേദനിച്ച് ആ സാഹചര്യങ്ങളെ പഴിച്ച് ജീവിക്കുന്നവരാകാൻ പാടില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർ വിശ്വാസത്തിൽ ജീവിച്ച് ദൈവത്തോട് ഐക്യപ്പെട്ട് ജീവിച്ച വ്യക്തികളാണ് എങ്കിൽ അവർ മരിച്ചു കഴിഞ്ഞാലും ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായി അവിടുത്തെ സന്നിധിയിൽ ഉണ്ട് എന്നുള്ള ഉറപ്പാണ് പരിശുദ്ധ അമ്മയുടെ മെജൂരി സന്ദേശം ഇവാങ്കയിലൂടെ നമുക്ക് നൽകുക. നിന്റെ അമ്മ സന്തോഷവതിയാണ്, അവൾ എൻ്റെ കൂടെ ഉണ്ട്. സ്വർഗത്തിൽ ഈശോയോടൊത്തു വസിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ പ്രിയപ്പെട്ടവരുടെ മേലുള്ള ഒരു സ്വാധീനവും പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗത്തിലുള്ള ഒരു അധികാരവും ഒക്കെ അമ്മയുടെ ഈ വാക്കുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ തുടർന്ന് വരുന്ന നിമിഷങ്ങളിൽ നമ്മൾ വീണ്ടും തിരിച്ചറിയുന്നൊരു കാര്യമുണ്ട്. ഈ മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഒരു ഭാഗമായി ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പിന്നീട് വീണ്ടും ഇവരുമായി നമ്മളും ഒന്നിക്കും എന്നുള്ള യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ ഓർത്ത് നമ്മൾ വേദനിച്ച് ആ അവസരത്തെ ആ മരണ വാർത്തയോ പഴിച്ച് ജീവിക്കേണ്ടതല്ല നമ്മളെന്ന് ഞാൻ പറയാൻ കാരണം, അല്പകാലങ്ങൾക്ക് ശേഷം ഇവരുമായി ദൈവസന്നിധിയിൽ നമ്മൾ ഒന്നിക്കാൻ പോകുന്നവരാണ്. വീണ്ടും ഒരുമയിലും ഒരു ഐക്യത്തോടു കൂടി ദൈവസന്നിധിയിൽ ഇവരൊന്നിച്ചൊരു ജീവിതം നമുക്കുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവും മെജൂരിയിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. 1985 മെയ് മാസം 6-ാം തീയതി, അതായത് പരിശുദ്ധ അമ്മയുടെ ഇവാങ്കയ്ക്കുള്ള അവസാന പ്രത്യക്ഷപ്പെടലിൻ്റെ തലേ ദിവസം പരിശുദ്ധ അമ്മ 6 ദർശകർക്കും പ്രത്യക്ഷപ്പെട്ടു.
ഈ ബാക്കി 5 പേരുടെയും പ്രത്യക്ഷപ്പെടൽ പെട്ടെന്ന് പരിശുദ്ധ അമ്മ നിർത്തി. എന്നാൽ മറ്റ് 5 പേർ നോക്കുമ്പോൾ ഇവാങ്ക അപ്പോഴും ആ ഒരു എക്സ്റ്റസിയിൽ തന്നെ നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയെ കണ്ട പരമാനന്ദത്തിൽ, ആ ഒരു വലിയ സ്വർഗീയ അനുഭൂതിയിൽ ഇവാങ്ക നിൽക്കുന്നതും അവളിങ്ങനെ കണ്ണുകളുയർത്തി അമ്മയോട് സംസാരിക്കുന്നതും ബാക്കി 5 ദർശകരും കണ്ടു. സാധാരണഗതിയിൽ പരിശുദ്ധ അമ്മ ഇവർക്ക് ഒന്നിച്ച് പ്രത്യക്ഷപ്പെടുന്നത് കൊണ്ട് അമ്മയോട് ഓരോരുത്തരും സംസാരിക്കുന്ന പരസ്പരം അവരെങ്ങനെയാണ് പരിശുദ്ധ അമ്മയോട് സംസാരിക്കുന്നതെന്നൊന്നും ഇവർ കണ്ടിട്ടില്ല. എന്നാൽ 1985 മെയ് മാസം 6-ാം തീയതി ഇവാങ്ക പരിശുദ്ധ അമ്മയോടുള്ള സംസാരിക്കുന്നതാണ് മറ്റ് ദർശകർ ആദ്യമായി കാണുക. അങ്ങനെ അല്പനിമിഷം പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ഒരു പ്രത്യേകമായ സംഭാഷണത്തിൽ ഇവാങ്ക ആ നിർവൃതിയിൽ, ആ പരമാനന്ദത്തിൽ, ആ സ്വർഗീയ അനുഭൂതിയിൽ അവൾ ആയിരിക്കുന്നതും അവൾ അമ്മയോട് സംസാരിക്കുന്നതും മറ്റ് ദർശകർക്ക് കാണുവാൻ സാധിച്ചു. പിന്നീടാണ് അവർ തിരിച്ചറിയുന്നത് പരിശുദ്ധ അമ്മ എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക ഒരു അനുഭവം അവൾക്ക് നൽകിയത്. പിറ്റേ ദിവസം പരിശുദ്ധ അമ്മയുടെ ഡെയിലി അപ്പരീഷൻ്റെ അവസാന ദിവസമായിരുന്നു ഇവാങ്കയ്ക്ക്. അതുകൊണ്ട് അമ്മയുടെ ആ അനുദിന പ്രത്യക്ഷപ്പെടലിൻ്റെ അവസാന ദിവസത്തേക്ക് വേണ്ടി അമ്മ അവളെ ഒരുക്കുകയായിരുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മയോടുള്ള ഒരു പ്രത്യേകമായ ഒരു സ്നേഹബന്ധത്തിൽ അമ്മ അവളെ ആലിംഗനം ചെയ്ത് 1985 മെയ് മാസം 6-ാം തീയതി ഒരു പ്രത്യേക സ്വർഗീയ അനുഭവം ഇവാങ്കയ്ക്ക് നൽകുകയുണ്ടായി. പിറ്റേന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ, 1985 മെയ് മാസം 7-ാം തീയതി പരിശുദ്ധ അമ്മ 2 മാലാഖമാരോട് കൂടെ ഇവാങ്കയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്, സംഭവിച്ച കാര്യങ്ങളാണ്, ഇതൊന്നും മിഥ്യയല്ല. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, മെഡ്ജുവറിയിലെ പരിശുദ്ധ അമ്മയുടെ ഓരോ ഇടപെടലുകളും അത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ള ഇടപെടലുകളാണ്. പരിശുദ്ധ അമ്മ 2 മാലാഖമാരോട് ചേർന്ന് ഇവാങ്ക എവിടെയാണോ അവളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ വിരുന്നുകാർ വരുന്നത് പോലെ ഇവാങ്കയുടെ വീട്ടിലേക്ക് സ്വർഗീയ അമ്മ 2 മാലാഖമാർ അകമ്പടിയോടുകൂടി കടന്നു ചെല്ലുന്നു. അമ്മയെ കണ്ട് ഇവാങ്ക വലിയ സന്തോഷമായി. അങ്ങനെ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കുന്ന പോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലും ഒരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ ഇരുന്ന് സംസാരിക്കുന്നത് പോലെ ഇവാങ്കയും പരിശുദ്ധ അമ്മയും അവളുടെ വീട്ടിൽ അവൾ തമ്മിൽ സംസാരിക്കുകയും അങ്ങനെ ഒരു വലിയ സ്വർഗീയ ആനന്ദത്താൽ ആ ഭവനം മുഴുവനും നിറയുകയും ചെയ്തു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, മാലാഖമാരുടെ സാന്നിധ്യമൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് എന്ന് മെഡ്ജുവറിയിലെ പല ഇടപെടലുകളിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആരുടെ കൂടെയാണ് സാധാരണഗതിയിൽ പരിവാരങ്ങളും തോഴിമാരുമൊക്കെ പോവുക? രാജ്ഞിയുടെ കൂടെയാണ്. മെഡ്ജുവറിയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിൽ അമ്മയുടെ പല പ്രത്യക്ഷപ്പെടലുകളും മാലാഖമാരുടെ അകമ്പടിയോടെ ആയിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ മനസ്സിലാക്കണം, പരിശുദ്ധ അമ്മ സ്വർഗീയ രാജ്ഞിയായാണ് മെഡ്ജുവറിയിലെ പല പ്രത്യക്ഷപ്പെടലുകളിലും അമ്മ കടന്നു വന്നത് എന്ന്. സ്വർഗത്തിൻ്റെ രാജ്ഞിയായി പരിശുദ്ധ അമ്മയെ മുടി ധരിപ്പിച്ചിരിക്കുന്നുവെന്ന് തൻ്റെ പുത്രൻ സ്വർഗത്തിൻ്റെ രാജ്ഞിയായി പരിശുദ്ധ അമ്മയെ ഉയർത്തിയിരിക്കുന്നെന്ന് സഭ തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്. സഭയുടെ പ്രബോധനങ്ങൾ ശരിവെച്ചുകൊണ്ടാണ് മെഡ്ജുവറിയിലെ പരിശുദ്ധ അമ്മയുടെ പല പ്രത്യക്ഷപ്പെടലുകളും നടന്നുകൊണ്ടിരിക്കുന്നതും. മാലാഖമാരുടെ സാന്നിധ്യം ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് അനേകർക്ക് മാലാഖമാരുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ട്. ജീവിതത്തെ ദൈവഹിതപ്രകാരം ക്രമീകരിച്ച് പരിത്യാഗം ചെയ്തും പ്രാർത്ഥിച്ചും ഉപവസിച്ചുമൊക്കെ
ദൈവത്തിൻ്റെ സ്വന്തമായി മാറിക്കൊണ്ടിരിക്കുന്ന അനേകർക്ക് സ്വന്തം കാവൽ മാലാഖമാരുടെ അനുഭവം ഇന്ന് ദൈവം കൊടുക്കുന്നുണ്ട്. ചിലർക്ക് കാവൽ മാലാഖമാരുടെ സംസാരിക്കാനുള്ള കൃപ ദൈവം നൽകുന്നുണ്ട്. ഇതൊക്കെ അസാധ്യമായ കാര്യങ്ങളാണെന്ന് ഒരിക്കൽ മനുഷ്യൻ ചിന്തിച്ചിരുന്നു. എന്നാൽ ഇതൊക്കെ ഇന്ന് ദൈവഹിതപ്രകാരം ഈ ലോകത്ത് സാധ്യമായ കാര്യങ്ങളാണെന്ന് മെജ്ജൂരിയിലെ ദർശനത്തിലൂടെ നമ്മൾ തിരിച്ചറിയുകയാണ്. പരിശുദ്ധ അമ്മ ഇവാങ്കയുടെ വീട്ടിലേക്ക് 2 മാലാഖമാരുടെ അകമ്പടിയോടുകൂടി കടന്നു ചെന്ന് ഇവാങ്കയോട് സംസാരിച്ചു. എന്താണ് അമ്മ സംസാരിച്ചത്? അമ്മ പറഞ്ഞു, മോളെ, ഈ ലോകത്ത് മറ്റാരും സ്വീകരിക്കാത്ത, മറ്റാർക്കും കൊടുക്കാത്ത കൃപകളാണ് നിങ്ങൾക്ക് മെജ്ജുകൊരിയിൽ ദൈവം നൽകിയിരിക്കുന്നത് എന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ലോകത്ത് ഒരുപാട് വിശുദ്ധരുണ്ടായിട്ടുണ്ട്. ഈ ലോകത്ത് ഒരുപാട് ദൈവ അനുഭവമുണ്ടായ വ്യക്തികളുണ്ട്. പഞ്ചക്ഷതധാരികളുണ്ട്. ഒരുപാട് ബലിയാത്മാക്കൾ നൂറ്റാണ്ടുകളായി ഈ ലോകത്ത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധ അമ്മ മെജ്ജുകൊരിയിൽ ഇവാങ്കിയോട് പറയുന്നു, ഈ ലോകത്ത് ആർക്കും ലഭിക്കാത്ത കൃപകളാണ് മെജ്ജുകൊരിയിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന്. അതിൻ്റെ അർത്ഥം മെജ്ജുകൊരിയിലെ 6 കുഞ്ഞുങ്ങൾക്കും ദൈവത്തിൻ്റെ, സ്വർഗത്തിൻ്റെ പ്രത്യേകമായ ചില കൃപകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ അമ്മ ഇവാങ്കിലൂടെ സംസാരിക്കുമ്പോൾ മെജ്ജുകൊരിയിലെ പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകളുടെ പ്രാധാന്യം എത്രമാത്രം വലുതാണ് എന്ന് നാം മനസ്സിലാക്കുകയാണ്. അമ്മയുടെ മെജ്ജുകൊരി സന്ദേശങ്ങളുടെ പ്രാധാന്യം എത്രമാത്രം വലുതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. മെജ്ജുകൊരിയിൽ പരിശുദ്ധ അമ്മ അവസാനമായി ഇവാങ്കയ്ക്ക് ഡെയിലി അപ്പറേഷനിലൂടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ 1985 മെയ് മാസം 7-ാം തീയതി പരിശുദ്ധ അമ്മ അവളോട് പറഞ്ഞു, മോളെ, ഇത് എല്ലാ ദിവസവും നിനക്ക് ഞാൻ നൽകിക്കൊണ്ടിരുന്ന പ്രത്യക്ഷപ്പെടലിൻ്റെ ദർശനത്തിൻ്റെ അവസാന ദിവസമാണ്. അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രത്യേക ഒരു ആഗ്രഹം ഞാൻ സാധിച്ചു തരണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതെന്നോടിപ്പോൾ ചോദിക്കാം. എന്ത് പ്രത്യേക ആഗ്രഹമാണ് നിനക്ക് ഞാൻ സാധിച്ചു തരേണ്ടത്? ഉടനെ ഇവാങ്ക പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ, എൻ്റെ അമ്മ മരിച്ചുപോയി. അമ്മയുടെ കൂടെ ഉണ്ടെന്നല്ലേ അമ്മ പറഞ്ഞത്? എൻ്റെ അമ്മയെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? എൻ്റെ അമ്മയോട് എനിക്കൊന്ന് അമ്മയെ കാണാനുള്ള ഒരു അവസരം എനിക്ക് അമ്മ ഒരുക്കി തരുമോ? പരിശുദ്ധ അമ്മ അവളുടെ ആ സ്നേഹത്തോടെയുള്ള ആ ചോദ്യം അമ്മ നിരസിച്ചില്ല. പരിശുദ്ധ അമ്മ അത് സ്വീകരിച്ചു. ആ വർഷം 4 പ്രാവശ്യം ഇവാങ്കയുടെ അമ്മയെ കാണുവാൻ ഇവാങ്കയ്ക്ക് പരിശുദ്ധ അമ്മ അനുവാദം നൽകി. ഇവാങ്ക നമുക്കറിയാം, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണല്ലോ. ഇവാങ്ക പറഞ്ഞു, ആ വർഷം 4 പ്രാവശ്യം പരിശുദ്ധ അമ്മ എൻ്റെ അമ്മയെ കാണുവാൻ എന്നെ അനുവദിച്ചു. അതിൻ്റെ 3-ാമത്തെ പ്രാവശ്യം, 4 പ്രാവശ്യം കണ്ടു, ഇനി 3-ാമത്തെ പ്രാവശ്യം അമ്മയെ കണ്ടതിന് വളരെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഇവാങ്ക പറഞ്ഞത് ഇപ്രകാരമാ. പരിശുദ്ധ അമ്മ ചില പ്രത്യേക ഒരു ദൗത്യം ഇവാങ്ക ഏൽപ്പിച്ചിട്ട് അത് പൂർത്തിയാക്കാൻ പറഞ്ഞിരുന്നു. ഇവാങ്ക പരിശുദ്ധ അമ്മ പറഞ്ഞ കാര്യം അച്ചട്ടായിട്ട് ചെയ്യുകയുണ്ടായി. അപ്പം പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ടായി. അപ്പോൾ ഇവാങ്ക പറഞ്ഞു, അമ്മ എന്നെ ഏൽപ്പിച്ച ഈ ദൗത്യം ഞാൻ പൂർത്തിയാക്കിയപ്പോൾ പരിശുദ്ധ അമ്മ സന്തോഷിച്ചു. അതിന് പ്രതിഫലം എന്നോണം എൻ്റെ അമ്മയെ പരിശുദ്ധ അമ്മ എൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു. ദൂരേന്ന് കാണുകയല്ല. അതാണ് 3-ാമത്തെ പരിശുദ്ധ അമ്മ അവളുടെ ഇവാങ്കയുടെ അമ്മയെ കാണാൻ 4 പ്രാവശ്യം അനുവദിച്ചു. അത് എന്നാൽ 3-ാമത്തെ ആ സമയത്തിന് പ്രത്യേകത ഉണ്ടായിരുന്നു പറഞ്ഞത് അതുകൊണ്ടാണ്. മറ്റു സമയങ്ങൾ അമ്മയെ കണ്ടതേ ഉള്ളൂ. 3-ാമത്തെ പ്രാവശ്യം പരിശുദ്ധ അമ്മ
അവളുടെ അമ്മയെ കൂട്ടിക്കൊണ്ട് ഇവാങ്കയുടെ അടുത്തേക്ക് വന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശ്വസിക്കാൻ പ്രയാസമാണ്. എന്നാൽ അവൾ കണ്ടതും അവൾ കേട്ടതുമായ കാര്യങ്ങളാണ് ഇവാങ്ക ഇന്ന് ലോകത്തിൽ വിളിച്ചു പറയുന്നത്. ലോകം ദൈവമില്ല എന്നും സ്വർഗമില്ല എന്നും ശുദ്ധീകരണമില്ല എന്നും ഒക്കെ ലോകത്തെ വിളിച്ചു പറയുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ, സ്വർഗം അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മെഡ്ജുഗറിയിലെ മിഷണറിമാരിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഒരുപക്ഷെ ഇവാങ്കയുടെ അമ്മ, പരിശുദ്ധ അമ്മ, ഇവളെ തിരഞ്ഞെടുക്കുന്നതിന് 1 മാസവും മരിച്ചു പോയതൊക്കെ അമ്മയുടെ വലിയൊരു ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ വീണ്ടും നമ്മളോട് സംസാരിക്കുകയാണ്. ഇവാങ്കയുടെ അമ്മയെ ഇവാങ്കയുടെ അടുത്തേക്ക് പരിശുദ്ധ അമ്മ കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ഇവാങ്ക പറയുന്നു, എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് 1985 സംഭവിക്കുന്നത്, മെയ് മാസത്തിൽ. 4 വർഷങ്ങൾക്ക് മുമ്പ് 1981 മെയ് മാസത്തിലാണ് ഇവാങ്കയുടെ അമ്മ മരിച്ചു പോകുന്നത്. 4 വർഷങ്ങൾക്ക് ശേഷം പരിശുദ്ധ അമ്മയുടെ കൂടെ വന്ന് തന്നെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഇവാങ്ക പറയുകയാ, എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഇവാങ്ക, ഐ ആം വെൽ പ്ലീസ്ഡ് ആൻഡ് ഐ ആം പ്രൗഡ് ഓഫ് യു. സ്വന്തം മകളോട്, ഒരു 19 വയസ്സ് പ്രായമുള്ള മകളോട് സ്വന്തം അമ്മ, മരിച്ചുപോയ അമ്മ പരിശുദ്ധ അമ്മയുടെ കൂടെ വന്ന് പറയുകയാണ്, മോളെ, നിന്റെ ഈ ജീവിതത്തെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു. നീ എനിക്കൊരു അഭിമാനമാണ്. നിന്നിൽ ഞാൻ അതിയായി അഭിമാനിക്കുന്നുവെന്ന് തൻ്റെ അമ്മ തന്നെ കെട്ടിപ്പിടിച്ച് എന്നോട് സംസാരിച്ചുവെന്ന് ഇവാങ്ക പങ്കുവയ്ക്കുന്നു. അതൊരു ചുമ്മാ ഒരു ദർശനമല്ല, ഒരു ചുമ്മാ ഉണ്ടായ ഒരു അനുഭൂതിയല്ല. 19 വയസ്സ് പ്രായം എന്ന് പറയുമ്പോൾ പ്രായപൂർത്തിയായ പ്രായമാണ്. അവൾ നേരിട്ട് കണ്ടതും മരിച്ചുപോയ തൻ്റെ അമ്മ എന്നെ കെട്ടിപ്പിടിച്ചതും ഒക്കെ അനുഭവിച്ച വ്യക്തി ഇന്ന് ലോകത്ത് നമ്മോട് പങ്കുവയ്ക്കുകയാ. സ്വർഗമുണ്ട്, നിത്യജീവനുണ്ട്. ദൈവത്തോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന്, സ്വർഗത്തിലെ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ഒരു ജീവിതം എന്നെയും നിങ്ങളെയും കാത്തിരിപ്പുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്, സത്യമാണ് മെഡ്ജുഗറിയിലെ സന്ദേശങ്ങൾ നമുക്കിന്ന് നൽകുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനി മെഡ്ജുഗറിയിൽ പരിശുദ്ധ അമ്മ ഇവാങ്കയുടെ അമ്മയെ കൂട്ടിക്കൊണ്ടു വന്നപ്പോൾ ഇവാങ്കയുടെ അമ്മ ഇവാങ്കയോട് പറഞ്ഞ വാക്കുകൾ വളരെ വിലപ്പെട്ടതാണ്. അമ്മ പറഞ്ഞു, ഇവാങ്ക, ഐ ആം പ്രൗഡ് ഓഫ് യു. ഇന്ന് ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരോ ആയ നമ്മുടെ മാതാപിതാക്കൾ ഇന്ന് എന്നെയും നിങ്ങളെയും നോക്കി ഈ വാക്കുകൾ പറയത്തക്ക രീതിയിലാണോ ഇന്ന് എൻ്റെയും നിൻ്റെയും ജീവിതമെന്ന് ചിന്തിക്കുന്നത് ഉചിതമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മാതാപിതാക്കൾ അവരിന്ന് ജീവിച്ചിരിക്കുന്നവരായിക്കോട്ടെ മരിച്ചുപോയിരിക്കുന്നവരായിക്കോട്ടെ, മക്കളെന്ന നിലയിൽ ഇന്ന് എൻ്റെ ജീവിതത്തെ കണ്ട്, നിങ്ങളുടെ ജീവിതത്തെ കണ്ട്, ജീവിച്ചിരിക്കുന്ന എൻ്റെ മാതാപിതാക്കൾക്കോ മരിച്ചുപോയ മാതാപിതാക്കൾക്കോ ഇവാങ്കയുടെ അമ്മ അവളോട് പറഞ്ഞതുപോലെ പറയാൻ സാധിക്കുന്നുണ്ടോ? മൈ സൺ, മൈ ഡോട്ടർ, ഐ ആം പ്രൗഡ് ഓഫ് യു. എൻ്റെ മകനെ, എൻ്റെ മകളെ, നിന്നെയോർത്ത് ഞാൻ അതിയായി അഭിമാനിക്കുന്നുവെന്ന് എൻ്റെ മാതാപിതാക്കൾക്ക് എൻ്റെ ജീവിതം കണ്ടെന്ന് പറയാൻ സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാനും മെഡ്ജുഗറിയിൽ ഇവാങ്കയ്ക്ക് ലഭിച്ച ഈ പ്രത്യേകമായ ദൈവ അനുഭവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇവാങ്ക പരിശുദ്ധയമ്മ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് സാധാരണ കൗമാരക്കാരായ കുട്ടികളെ പോലെ അവൾ അത്രമാത്രം വിശ്വസ്തയോടും അത്രമാത്രം പ്രാർത്ഥനാ അനുഭവത്തിലൊന്നും ജീവിച്ചൊരു വ്യക്തിയായിരുന്നില്ല. സാധാരണ കൗമാരപ്രായത്തിലുള്ള കുട്ടികളെ ആകർഷിക്കുന്ന പോലെ ഈ ലോകത്തിൻ്റെ പല ആകർഷണങ്ങളിലും അവൾ പെട്ടിരുന്നു. അവൾ തന്നെ അത് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും
ഫാഷൻ അവൾക്കൊരു ഭ്രമമായിരുന്നു. നമുക്കറിയാം, ഫാഷൻ പരേഡും അതുപോലെയുള്ള ഫാഷൻസ്, പുതിയ പുതിയ ഫാഷനുകളിലേക്ക് അവൾ ആകർഷണീയയാകുമായിരുന്നു. എന്നിട്ട് പിന്നീട് പരിശുദ്ധ അമ്മ അവളോട് പ്രത്യക്ഷപ്പെട്ട് അവളോട് തന്നെ പറയുകയുണ്ടായി, എൻ്റെ സന്ദേശങ്ങൾ നീ ഗൗരവമായി എടുത്ത് ആത്മീയ ജീവിതത്തിൽ നീ അനുദിനം വളരുന്നത് ഞാൻ കാണുന്നു. പിന്നീട് ഇവാങ്ക പറഞ്ഞത് ഇപ്രകാരമാണ്, എനിക്ക് ഫാഷൻസിനോട് വലിയ ഭ്രമമായിരുന്നു, ഞാൻ അതിനുവേണ്ടി പലയിടത്തും ഓടി നടക്കുമായിരുന്നു, അങ്ങനെ ഒരു ഫാഷൻ സ്റ്റൈൽ എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ വളരാൻ തുടങ്ങിയതിന് ശേഷം ഈ ഫാഷൻ വെറും ബോറായി മാറിയിരിക്കുന്നു എന്ന് ഇവാങ്ക തന്നെ പറയുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഈ ലോകത്തിൻ്റെതായ പല സുഖങ്ങളും നമ്മളെ പല സാഹചര്യങ്ങളിലേക്കും വലിച്ചു കൊണ്ടുപോകുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാകാം. എന്നാൽ ആത്മീയ ജീവിതത്തിൽ ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നമ്മൾ വളരാൻ തുടങ്ങി കഴിയുമ്പോൾ ഈ ലോകത്തിൻ്റെ സുഖങ്ങളും സ്ഥാനമാനങ്ങളും എല്ലാം ബോറായി മാറുമെന്നും നിത്യതയിലേക്ക് വേണ്ടിയുള്ള ഒരു ഒരുക്കത്തിലേക്ക് നമ്മുടെ ആത്മീയ ജീവിതം കടന്നു വരും എന്നും ഇവാങ്കയുടെ ജീവിതത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പരിശുദ്ധ അമ്മയുടെ, ഇവാങ്കയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ നൽകിയ ഇടപെടലുകൾ നമ്മോട് സംസാരിക്കുന്നത് ഇതുതന്നെയാണ്. നമ്മൾ ആത്മീയ ജീവിതത്തിൽ അനുദിനം വളരുന്നവരാകണം. കഴിഞ്ഞ വർഷത്തെ പോലെ ഒരു ആത്മീയ ജീവിതം ആയിരിക്കരുത് ഈ വർഷം. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് അല്പം കൂടി ഈ വർഷം നമ്മൾ ആത്മാവിൽ ജ്വലിച്ചിരിക്കണം. ഇനി കഴിഞ്ഞ മാസത്തെ പോലെ ആയിരിക്കരുത് ഈ മാസത്തെ നമ്മുടെ ആത്മീയ ജീവിതം. ഓരോ മാസവും, ഓരോ ദിവസവും, ഓരോ വർഷവും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പടിപടിയായി ഉയർന്നുയർന്ന് നിത്യരക്ഷയിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടേയിരിക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട സന്ദേശം ഇവാങ്കയിലൂടെ പരിശുദ്ധ അമ്മ മെജ്ജൂരിയിൽ നമുക്ക് നൽകുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവാങ്കയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ വളരെ ശക്തമായി ഇടപെട്ടതുപോലെ മരിച്ചുപോയ അമ്മയെ പോലും കാണുവാനും അമ്മയുടെ സ്വരം കേൾക്കുവാനും അമ്മയ്ക്ക് അഭിമാനമാണ് നിന്റെ ജീവിതമെന്ന് അമ്മയിൽ നിന്ന് ശ്രവിക്കുവാനും ഒക്കെയുള്ള ഒരു ദൈവാനുഗ്രഹം ഇവാങ്കയ്ക്ക് പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ചതുപോലെ നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗത്തിന് അഭിമാനമായി മാറുന്ന ജീവിതങ്ങളാക്കി മാറ്റുവാനുള്ള കൃപ നമുക്കും ലഭിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ടിനോടും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയോടും ചേർന്ന് മെജ്ജുഗരി അമ്മയുടെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് നമുക്ക് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങളെല്ലാവരോടുമൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.